ഓക്കെ, ഫൈൻ ഫൈൻ. സോ മാക്സിമം ആളുകൾ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു നല്ലൊരു ചാപ്റ്റർ ആണ്. ലൈക്ക് ബേസിക്കലി ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ദെൻ ഒരു ഡയഗ്രത്തിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ്, ഡയഗ്രം ആൻഡ് ചാർട്ടിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. ആവറേജ് നിങ്ങൾക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, കാരണം ചില ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ചാപ്റ്റേഴ്സ് പലർക്കും ഒരു ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ റാങ്കിങ്ങിൽ ഒരുപാട് ബൂസ്റ്റിംഗ് വരും. ഓക്കെ ആണോ? സോ പക്ഷെ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടോപ്പിക് വൈസ് നമ്മൾ പോകും. ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പറയും, ഒരു അമൈനോ ആസിഡ്, ദെൻ പ്രോട്ടീൻസ്, ദെൻ ഫാറ്റ്, ദെൻ അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, ബയോ മാക്രോ മോളിക്യൂൾസ്, ഇത്തരത്തിലുള്ള ബയോ മാക്രോ മോളിക്യൂൾസിനെ നമ്മൾ കുറിച്ച് പഠിക്കും നമ്മൾ. ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് എക്സെട്ര. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി നമ്മൾ എൻസൈം പാർട്ടിലോട്ട് വരും. ഞാൻ ഏകദേശം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുക അമൈനോ ആസിഡ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ ആണോ? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ മെനി സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ്? ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യൂ, പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ. സോ ഹൗ മെനി, ഞാനൊന്ന് നിങ്ങളുടെ മെസ്സേജ് നോക്കട്ടെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഹൗ മെനി സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ആർ ദർ പ്രസന്റ് ഇൻ ആൽഫ കാർബൺ ഓഫ് അമൈനോ ആസിഡ്? നമുക്കറിയാലോ, അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേന. കാരണം മീഥേൻ എന്ന് പറയുന്നത് എന്താണ്? CH4 ആണ്, റൈറ്റ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ ആണ് അമൈനോ ആസിഡ്. അതായത് മീഥേൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഓക്കെ, 4 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹൈഡ്രജനെ, ഞാൻ ആ കാർബൺ വീണ്ടും എടുക്കുകയാണ്, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്നത് അമൈനോ ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അമൈനോ ഗ്രൂപ്പ് വരും, മറ്റൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആസിഡ് ഗ്രൂപ്പ് വരും. ഓക്കെ ആണോ? എന്നാൽ ഈ കാണുന്ന ഹൈഡ്രജൻ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഫോർത്ത് വാലൻസിയിൽ വരുന്നത് ആർ ഗ്രൂപ്പ് ആണ്. ഈ ആർ ഗ്രൂപ്പിനനുസരിച്ചാണ് നമുക്ക് പലതരത്തിലുള്ള അമൈനോ ആസിഡ്സ് കിട്ടുക. സപ്പോസ് ഈ ആർ ഗ്രൂപ്പ് എച്ച് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബേസിക് ആയിട്ടുള്ള അമൈനോ ആസിഡ് ആണ്. ഇവിടെ എച്ച് വന്നാൽ അത് ബേസിക് ആയിട്ടുള്ള അമൈനോ ആസിഡ് ആണ്. ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും അത് ഏത് അമൈനോ ആസിഡ് ആണെന്ന്? പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇവിടെ എച്ച് വരികയാണെങ്കിൽ ആ അമൈനോ ആസിഡ് വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈസിൻ എന്ന് വിളിക്കും. ഗ്ലൈസിൻ ആണ് സിംപ്ലസ്റ്റ് അമൈനോ ആസിഡ്. എന്നാൽ ഈ ആറ് ഗ്രൂപ്പ് CH3 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്ന അറിയോ? CH3 ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക അതിനെ എന്ന് പറയും? യെസ്, വെരി ഗുഡ്. CH3 ആണെങ്കിൽ നമ്മൾ എന്തിനു വിളിക്കും അതിനെ? അലനിൻ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ CH2OH ആണ് എന്ത് വിളിക്കും നമ്മൾ അതിനെ? സെറിൻ എന്ന് വിളിക്കും. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമൈനോ ആസിഡ്. ഇത് നിങ്ങൾക്ക് പിക്ചർ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ആറിന്റെ സ്ഥലത്ത് എച്ച് വരികയാണെങ്കിൽ അത് ഗ്ലൈസിൻ ആണ്. ഈ ആറിന് പകരം CH3 വരികയാണെങ്കിൽ ആ അമൈനോ ആസിഡ് വിളിക്കുന്ന പേരാണെന്ത്? അലനൈൻ. ദെൻ CH2 വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെറിൻ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അമൈനോ ആസിഡ്സും പഠിച്ചു. നോ, ഇനി നിങ്ങൾ എടുക്കേണ്ടത്
ഇനി നമുക്ക് ആൻസർ ഹൗ മെനി സബ്സ്റ്റുവന്റ് ഗ്രൂപ്പ്സ് ആർ പ്രസന്റ് ഇൻ ആൽഫ കാർബൺ അമൈനോ ആസിഡ് വെരി ഗുഡ് 4 റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമൈനോ ആസിഡുമായി ബന്ധപ്പെട്ടത് സെവൻത് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സെവൻത് ക്വസ്റ്റ്യൻ എടുക്കൂ. Again, same question. Amino acids are substituted methanes. Right? Simple one. Eighth question. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള കോൺസെപ്റ്റിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണിത്. എയ്ത്ത് വൺ. ഒന്ന് ആൻസർ ചെയ്യും നിങ്ങൾ. യെസ്, എയ്ത്ത് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾ റെപ്രസെന്റ് കെമിക്കൽ നേച്ചർ ഓഫ് ഗ്ലൈസിൻ. നിങ്ങൾക്കറിയാം ഗ്ലൈസിൻ എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലസ്റ്റ് അമൈനോ ആസിഡ് ആണ്. സോ അതെന്തായിരിക്കും? നോക്കൂ, ആർ ഗ്രൂപ്പ് എന്താണ്? എച്ച് ആണ്. സോ ഇതായിരിക്കും ആൻസർ. ഇതെന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇതെന്താണെന്നുള്ളത്. CH3 വന്ന അലനിൻ ആയിരിക്കും. CH3 അലനിൻ. ഇതെന്തായിരിക്കും? സെറിൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എയ്ത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 11th ക്വസ്റ്റ്യൻ ചെയ്യും. മറ്റൊരു കോൺസെപ്റ്റ് ആണ്, അമൈനോ ആസിഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് ജുട്ടർ അയോൺ. ഇതിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? നോക്കട്ടെ. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിറ്റർ അയോണിക് ഫോം എന്ന് പറഞ്ഞാൽ അമൈനോ ആസിഡിന് രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു അമൈനോ ആസിഡ് എടുക്കുകയാണ്, ഈ അമൈനോ ആസിഡിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒപ്പം നെഗറ്റീവ് ചാർജും ഉണ്ട്. ഡബിൾ ചാർജ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണത് സിറ്റർ അയോണിക് ഫോം. അപ്പൊ നിങ്ങളൊന്ന് നോക്കൂ, ഇതിൽ ഏതാണ് സിറ്റർ അയോണിക് ഫോം? നിങ്ങൾ ഈ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, പക്ഷെ നെഗറ്റീവ് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? സിറ്റർ അയോൺ അല്ല. സെക്കൻഡ് എടുക്കും, ബി എടുക്കും. നിങ്ങൾ ബി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് കാണാം, നെഗറ്റീവ് ചാർജും കാണാം. അപ്പൊ ഇതെന്താണ്? സ്വിറ്റർ അയോൺ ആണ്. ഇനി തേർഡ് വൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് കാണാലോ, പക്ഷെ പോസിറ്റീവ് ചാർജ് ഇല്ല, അതുകൊണ്ട് ഇത് സ്വിറ്റർ അയോൺ അല്ല. അപ്പൊ ഇതിൽ ഏതാണ് സ്വിറ്റർ അയോൺ? സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ബി ഈസ് ദി സ്വിറ്റർ അയോണിക് ഫോം. ബി ഈസ് ദി സ്വിറ്റർ അയോണിക് ഫോം. ഓക്കെ ആണോ? നൗ അങ്ങനെയാണെങ്കിൽ 12th ക്വസ്റ്റ്യൻ എടുക്കും. ഇത് ഓക്കെ ആണോ? 11 ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യൂ. ഓക്കെ, 10 മിനിറ്റ്സ് ലേറ്റ് ആയി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? 11th ക്വസ്റ്റ്യൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ 12th ക്വസ്റ്റ്യനിലോട്ട് വരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമൈനോ ആസിഡ്സ് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്പർ ഓഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഒരു അമൈനോ ആസിഡ് എടുക്കുകയാണെങ്കിൽ, അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ, അതായത് ഒരു സൈഡിൽ ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും, അടുത്ത സൈഡിൽ എന്തുണ്ടാവും? അമൈനോ ഗ്രൂപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ അമൈനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? നമ്മുടെ വേരിയബിൾ ഗ്രൂപ്പ് ഉണ്ടാവും, ആർ ഉണ്ടാവും. ഈ ആറ് എച്ച് ആണെങ്കിൽ ഗ്ലൈസിൻ ആവും, പിന്നെ CH3 ആണെങ്കിൽ അലനിൻ ആവും, CH2OH ആണെങ്കിൽ സെറിൻ ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ ഇവിടെ അമൈനോ ആസിഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അസിഡിക് അമൈനോ ആസിഡ്, ബേസിക് അമൈനോ ആസിഡ്, ന്യൂട്രൽ അമൈനോ ആസിഡ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് നമ്പർ ഓഫ് ആസിഡ് ഗ്രൂപ്പ് അമൈനോ ഗ്രൂപ്പിനേക്കാളും കൂടുതലാണെങ്കിൽ അവരെന്തായിരിക്കും? അസിഡിക് അമൈനോ ആസിഡ് ആയിരിക്കും. എന്നാൽ ബേസിക് അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അമൈനോ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് NH2, ആസിഡ് ഗ്രൂപ്പിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? ബേസിക് അമൈനോ ആസിഡ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ ന്യൂട്രൽ അമൈനോ ആസിഡ്? ന്യൂട്രൽ അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അമൈനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ന്യൂട്രൽ അമൈനോ ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുള്ള, സപ്പോസ് ഇത് എച്ച് ആണെന്ന് വിചാരിക്കും, ഇത് നമ്മുടെ ഗ്ലൈസിൻ ആണെന്ന് വിചാരിക്കും, ഇത് ഗ്ലൈസിൻ ആണെന്ന് വിചാരിക്കും. ഈ ഗ്ലൈസിന് അസിഡിക് അമൈനോ ആസിഡ് ആണോ, ബേസിക് അമൈനോ ആസിഡ് ആണോ, അത് ന്യൂട്രൽ അമൈനോ ആസിഡ് ആണോ? നിങ്ങൾ ആൻസർ ചെയ്യൂ പെട്ടെന്ന്. ടെക്സ്റ്റ് ചെയ്യൂ. ഇവിടെ കാണിച്ചിട്ടുള്ള ഗ്ലൈസിൻ അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ? നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ചെക്ക് ചെയ്താൽ മതി. എത്ര അമൈനോ ഗ്രൂപ്പ് ഉണ്ട്, എത്ര ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ അമൈനോ ഗ്രൂപ്പ് നിങ്ങൾ നോക്കൂ, അമൈനോ ഗ്രൂപ്പ് എത്രയാണ്? ഒന്നാണ്.
ആസിഡ് ഗ്രൂപ്പ് എത്രയാണ്? ഒന്നാണ്. അപ്പൊ എന്തായിരിക്കും? യെസ് ദിൽഷ, വെരി ഗുഡ്. അശ്വതി, വെരി ഗുഡ്. ന്യൂട്രൽ, വെരി ഗുഡ്. ഇവിടെ എന്താ? ആസിഡ് ഗ്രൂപ്പ് എന്നാണ്, അമൈനോ ഗ്രൂപ്പ് ഒന്നാണ്. അപ്പൊ ഈക്വൽ നമ്പർ ആണല്ലോ. അപ്പൊ എന്തായിരിക്കും? അവര് ന്യൂട്രൽ അമൈനോ ആസിഡ് ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഇത് ഗ്ലൈസിന്റെ കേസാണ്. ഇപ്പൊ നിങ്ങൾ ഇത് പല ഗ്രൂപ്പ് ആവാം, ആർ എന്ന് പറഞ്ഞാൽ പലതും ആവാം. സപ്പോസ് ഈ ആർ ഗ്രൂപ്പ് ഒരു എക്സ്ട്രാ ആസിഡ് ഗ്രൂപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിച്ചോളൂ. ആർ ഗ്രൂപ്പ് എന്താണ്? എക്സ്ട്രാ ആസിഡ് ഗ്രൂപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ആസിഡ് ഗ്രൂപ്പ് എത്രയാണ്? 1, 2. അമൈനോ ഗ്രൂപ്പ് എത്രയാണ്? 1. അതായത് ആസിഡ് ഗ്രൂപ്പ് 2ആണ്, അമൈനോ ഗ്രൂപ്പ് 1ആണ്. അപ്പൊ നമ്പർ ഓഫ് ആസിഡ് അമൈനോ ഗ്രൂപ്പിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ആസിഡിക് അമൈനോ ആസിഡ് ആയിരിക്കും. ഇനി മറ്റൊരു കണ്ടീഷൻ, സപ്പോസ് ഈ ആർ ഗ്രൂപ്പ്, ഇവിടെയുള്ള ആർ ഗ്രൂപ്പ് അമൈനോ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ ആർ ഗ്രൂപ്പില്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ അമൈനോ ഗ്രൂപ്പ് എത്രയാണ്? 2ആണ്. ആസിഡ് ഗ്രൂപ്പ് എത്രയാണ്? സിംഗിൾ ആണ്. അപ്പൊ ഇതിൽ ഏതാ കൂടുതൽ? അമൈനോ ഗ്രൂപ്പ് ആണ്. അമൈനോ ഗ്രൂപ്പ് കൂടുതലാണെങ്കിൽ ആ അമൈനോ ആസിഡ് എന്ത് വിളിക്കും? ബേസിക് അമൈനോ ആസിഡ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അസ്പാർട്ടിക്, ഗ്ലൂട്ടാമിക് ആസിഡ് ഒക്കെ എന്തായിരിക്കും? അങ്ങനെ ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? പെട്ടെന്ന് ക്വിക്ക് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? 12th ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ പറയൂ. അമൈനോ ആസിഡ് അസിഡിക് ആവാം, ബേസിക് ആവാം, ന്യൂട്രൽ ആവാം. എന്തിന് ബേസ് ചെയ്തിട്ടാണ്? 12th ക്വസ്റ്റ്യൻ ആൻസർ. അബില, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് അത് നമ്പർ ഓഫ് അമൈനോ ഗ്രൂപ്പിനെയും കാർബോക്സിൽ എന്ന് പറഞ്ഞാൽ COH ഗ്രൂപ്പിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മളിപ്പോ പഠിച്ചിട്ടേ ഉള്ളൂ. ആസിഡ് ഗ്രൂപ്പ് അമൈനോ ഗ്രൂപ്പിനേക്കാളും കൂടുതലാണെങ്കിൽ ആസിഡ് ആണ്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. സിമ്പിൾ ആണല്ലോ. ദെൻ നെക്സ്റ്റ് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ചൂസ് ദി ഓഡ് വൺ വിത്ത് റെസ്പെക്ട് ടു അരോമാറ്റിക് അമൈനോ ആസിഡ്. ഇത് നിങ്ങൾക്ക് അറിയോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയോ? അറിയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ തൈറോസിൻ എടുത്തോളൂ, ഫിനൈൽ അലനിൻ എടുത്തോളൂ, ട്രിപ്റ്റോഫാൻ എടുത്തോളൂ. ഈ 3 പേരും എന്താണ്? ആരോമാറ്റിക് അമൈനോ ആസിഡാണ്. എന്നാൽ അലനിൻ എന്ന് പറയുന്നത് ആരോമാറ്റിക് അല്ല. നിങ്ങൾക്ക് അറിയാലോ, ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക്. ഓക്കെ, സോ ഇവിടുത്തെ ഓഡ് വൺ എന്താണ്? അലനിൻ ആണ്. നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഈ 3 പേരും എന്താണ്? തൈറോസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലനിൻ, ഓൾ 3 ആർ aromatic amino acids. So answer will be option 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിപ്പിഡ് പാർട്ടിലോട്ട് കിടക്കാം. ലിപ്പിഡ് പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ സിമ്പിൾ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ? ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾക്ക് ആൻസർ അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗ്ലിസറോൾ ആണ്. നിങ്ങളുടെ ഡയറക്റ്റ് ലൈൻ ഓഫ് NCERT ആണ്. 1 ഈസ് ദ ആൻസർ. പക്ഷേ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ NCERT ഇതിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്. ഓർത്തു വെക്കാൻ വളരെ സിമ്പിൾ. അതിന്റെ ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ്. നിങ്ങൾ പറയൂ, പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ ഉണ്ടാവുമല്ലോ. 3 കാർബൺ ഉണ്ടാവും. ട്രൈ ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? OH ഗ്രൂപ്പ് ആണ്. ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ എത്ര OH ഗ്രൂപ്പ് ഉണ്ടാവും? 3 OH ഗ്രൂപ്പ് ഉണ്ടാവും. 3 OH ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? വാലൻസ് ഫിൽ ചെയ്താൽ മതി. അതായത് ഇതെന്താണ്? CH. ഇനി എന്ത് ചെയ്താൽ മതി? നിങ്ങള് വാലൻസി ഫിൽ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഇത് നിങ്ങളുടെ NCERT തന്നിട്ടുള്ള പിക്ചർ ആണിത്. അപ്പൊ ഇത് ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. അപ്പൊ 3 കാർബൺ ഇടുക, ദെൻ 3 OH ഗ്രൂപ്പ് ഇടുക, ദെൻ വാലൻസ് ഫിൽ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി? ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ ആയി.
ഇത് നിങ്ങളുടെ NCERT കൊടുത്തിട്ടുള്ള പിക്ചർ ആണ്. ചിലപ്പോൾ എന്താ അറിയോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവർ ഈ സ്ട്രക്ചർ ഇടും, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും. കാരണം ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പിക്ചറിനും ഡയഗ്രാമിനും ഒരുപാട് ഇമ്പോർട്ടന്റ് ഉണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ബയോമോളിക്യൂൾസ്. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 9th ക്വസ്റ്റ്യൻ എടുക്കും. 9th എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? പറഞ്ഞിട്ടില്ല, ലെസിത്തിൻ ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലൈൻ ഓഫ് NCERT ആണ്. ലെസിത്തിൻ എന്താണ്? ഫോസ്ഫോലിപ്പിഡ് ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെസിത്തിൻ ഈസ് ഫോസ്ഫോലിപ്പിഡ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 എടുക്കാം. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ കമ്പൈൻ ടു ഫോം. നിങ്ങൾക്ക് അറിയെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. നിങ്ങൾക്കൊരു ഫ്യൂ സെക്കൻഡ്സ് തരും ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇതിനി പിന്നീട് റെക്കോർഡഡ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ 15 ആണോ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ കമ്പൈൻസ് ടു ഫോം വാട്ട്? ലിപ്പിഡ്. റൈറ്റ്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഒന്ന് ഫാറ്റി ആസിഡ് ആണ്, 2 എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ ആണ്, 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും എസ്റ്ററിഫൈ ചെയ്യും. ഇവിടെ നീറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എസ്റ്ററിഫൈ ചെയ്താൽ അവരെന്ത് ചെയ്യും? മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. എന്താണ് മോണോ ഗ്ലിസറൈഡ്, അതുപോലെ ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്, ഇതെല്ലാം ഫോം ചെയ്യും. ഇതെങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ ഗ്ലിസറൈഡ്സ് ഫോം ചെയ്യുക. ഇവിടെ നീറ്റ് ക്വസ്റ്റ്യൻ ഒരു തവണ ഒരു നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തതാണ്. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര ഫാറ്റി ആസിഡും എത്ര ഗ്ലിസറോളും? പെട്ടെന്ന് ആൻസർ ചെയ്യൂ. PYQ ആണ്. എത്ര ഫാറ്റി ആസിഡും എത്ര ഗ്ലിസറോളും കമ്പൈൻ ചെയ്താലാണ് ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യുക? യെസ്, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. How many numbers of fatty acid and how many numbers of glycerol present in triglyceride? ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹാക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് ആലോചിക്കാന്. നിങ്ങൾ ഈ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ? ഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഗ്ലിസറോൾ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. ട്രൈഗ്ലിസറൈഡ് എന്ന് വായിക്കുമ്പോൾ 3 ഗ്ലിസറോൾ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വരും. ആ ടെൻഡൻസിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വിചാരിച്ചാൽ മതി. അതായത് ഇത് വായിക്കുമ്പോൾ നമുക്ക് 3 ഗ്ലിസറോൾ എന്ന് പറയാൻ തോന്നും. അതിന് ഓപ്പോസിറ്റ് ആണ്. അതായത് 3 ഫാറ്റി ആസിഡ് ആയിരിക്കും, 1 ഗ്ലിസറോൾ ആയിരിക്കും. വെരി ഗുഡ്. 3 ഫാറ്റി ആസിഡ് ആൻഡ് 1 ഗ്ലിസറോൾ. അങ്ങനെയാണെങ്കിൽ ഡൈഗ്ലിസറോൾ എത്രയായിരിക്കും? അഗെയിൻ സെയിം, 2 ഫാറ്റി ആസിഡ് 1 ഗ്ലിസറോൾ. ദെൻ മോണോഗ്ലിസറൈഡിലോ 1 ഫാറ്റി ആസിഡ് ആൻഡ് 1 ഗ്ലിസറോൾ. ഓക്കെ, ഇത് PYQ ആണ്, ഇതിന് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 പോവാം. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ യൂഷ്വലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബേസ്ഡ് ഓൺ ദെയർ. ആൻസർ എന്തായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ഓയിൽസ് എടുത്താൽ അവർക്ക് എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് അവര് വിന്ററിൽ ഓയിലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്? നിങ്ങൾക്ക് അറിയോ ഏതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇതില് പാൽമിറ്റിക് ആസിഡ് ആണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്.
ഓക്കെ, എന്താണ് ഫാറ്റി ആസിഡ്? ഫാറ്റി ആസിഡിന്റെ ഒരു കോമൺ ഫോർമുല എന്ന് പറഞ്ഞാൽ RCOOH ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മീഥൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് ആവാം, അതായത് CH3CH2 ആവാം. അങ്ങനെ n നമ്പർ ഓഫ് കാർബൺസ് വരാം. അതായത് ആറിൽ നമുക്ക് മാക്സിമം എത്ര കാർബൺ വരാം? മിനിമം ഒരു കാർബണ്, മാക്സിമം 19 കാർബണ് ആറ് ഗ്രൂപ്പിൽ വരാം. ഓക്കെ ആണോ? അങ്ങനെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു അമൈനോ ആസിഡിൽ മാക്സിമം എത്ര കാർബൺസ് പോസിബിൾ ആണ്, മിനിമം എത്ര കാർബൺസ് പോസിബിൾ ആണ്, അതുപോലെ മാക്സിമം എത്ര കാർബൺസ് പോസിബിൾ ആണ് ഒരു അമൈനോ ആസിഡിൽ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു അമൈനോ ആസിഡിൽ മിനിമം എത്ര കാർബൺ, മാക്സിമം എത്ര കാർബൺ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഇത് പിന്നീട് ആരെങ്കിലും റെക്കോർഡ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, മിനിമം ഇപ്പൊ കിട്ടാത്തത് നിങ്ങൾ വിട്ടോളൂ, നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും, അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇവിടെ ഒരുപാട് പേര് 1 to 20 എന്ന് പറഞ്ഞു. ഓക്കെ, 20 കറക്റ്റ് ആണ്. മാക്സിമം എത്ര പോസിബിൾ? മാക്സിമം 19 കാർബൺ ഫ്രം ഹിയർ, ദെൻ സിംഗിൾ കാർബൺ ഫ്രം ഹിയർ. 19 + 1 20 കാർബൺ. മിനിമം എത്രയാടാ? മിനിമം ഒരു കാർബൺ ഇവിടുന്ന് വരുമല്ലോ, ഒരു കാർബൺ ഇവിടുന്ന് വരുമല്ലോ. അപ്പൊ മിനിമം എത്രയാണ്? 2 കാർബൺ. 2 കാർബൺ ടു 20 കാർബൺ. ഓക്കെ, ഇമ്പോർട്ടന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അപ്ലിക്കേഷൻ തലത്തിൽ. ഇവിടെ ഇവര് പറഞ്ഞത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താണ്? പാൽമിറ്റിക് ആസിഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ NCERT-യിൽ പാൽമിറ്റിക് ആസിഡിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, സ്ട്രക്ചർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടും, എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറയാം ഏത് ആസിഡ് ആണെന്നുള്ളത്. നിങ്ങൾക്കറിയോ പാൽമിറ്റിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ടെന്ന്? ടോട്ടൽ 16 കാർബൺ ഉണ്ട്, ശരിയല്ലേ? 16 കാർബൺ. 16 കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് RCOOH ആണ്. ടോട്ടൽ 16 കാർബൺ ആണെങ്കിൽ ഇവിടുന്ന് എത്ര കാർബൺ വരണം? ഇവിടുന്ന് 15 കാർബൺസ് വരണം, ശരിയാണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? CH3 CH2 നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ നോക്കൂ. നിങ്ങൾ പാൽമിറ്റിക് ആസിഡിന്റെ നമുക്കറിയാം ടോട്ടൽ 16 കാർബൺ വരണം. അതിലെ 15 ടോട്ടൽ പാൽമിറ്റിക് ആസിഡിൽ 16 കാർബണാണ്. അതിലെ 15 കാർബൺ ആർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും, റിമൈനിങ് 1 കാർബണ് ഈ COOH കാർബണിൽ നിന്നായിരിക്കും. അപ്പോ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CH3CH2, ഇതൊന്ന് ഇറേസ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രോ. ഓക്കെ ഓക്കെ, ഇവിടെ എത്ര കാർബൺ വരും എന്നറിയോ? ഇവിടെ 14 കാർബൺസ് വരും. കാരണം 14 + 1 15 കാർബൺ, +1 16 കാർബൺ. ഇതാണ് പാൽമിറ്റിക് ആസിഡിന്റെ ഫോർമുല. നിങ്ങളുടെ NCERT-യിൽ കൊടുത്ത ഡയഗ്രാം ആണ് ഇത്. അപ്പൊ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പിക്ചർ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, കൗണ്ട് ചെയ്യണം. 1 + 14 15, 15 + 1 16. 16 കാർബണുള്ള ആസിഡ് ഏതാണ്? ഫാറ്റി ആസിഡ് ഏതാ? പാൽമിറ്റിക് ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അരാക്കിഡോണിക് ആസിഡ് നിങ്ങളുടെ NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് എത്ര കാർബൺ ഉണ്ട്? 20 കാർബൺസ് ഉണ്ട്. അതുപോലെ അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഇവരിൽ ഡബിൾ ബോണ്ട് കാണുന്നുണ്ട്. ഡബിൾ ബോണ്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭാഗ്യത്തിന് ഇതിന്റെ NCERT-യിൽ പിക്ചർ കൊടുത്തിട്ടില്ല. അരാക്കിഡോണിക്കിന്റെ പിക്ചർ NCERT-യിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കൂല. പക്ഷെ പാൽമിറ്റിക് ആസിഡിൽ ചോദിക്കാം.
ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? 22 ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ക്ലിയർ. ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ് നിങ്ങളോട് എത്തിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യൂ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ 22 ചെയ്തു, ദെൻ 23 എടുക്കും. 23 നമ്മൾ ചെയ്തു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഇതെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ ചെയ്യും. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. അരാക്കിഡോണിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ടാവും? 20 കാർബൺസ് ഉണ്ടാവും. ശരിയാണല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26 എടുക്കാം. ഇത് ആൻസർ ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നോട്ട് സ്ട്രിക്ട്ലി യാ മാക്രോമോളിക്യൂൾ അതെന്താണ്? ലിപ്പിഡ് ആണ്. അത് പറയാൻ കാരണം എന്താണ്? ലിപ്പിഡിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 800 ഡാൾട്ടൺ മാത്രമേ ഉള്ളൂ. അറൌണ്ട് 800 ഡാൾട്ടണേ ഉള്ളൂ. പക്ഷെ നോർമലി ഒരു മാക്രോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 10,000 അല്ലെങ്കിൽ മോർ ദാൻ 10,000 ഡാൾട്ടൺ വരും അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ലിപ്പിഡിന്റെ വെയിറ്റ് എന്താണ്? 800 ഡാൾട്ടണേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു എന്ത് പറയാ, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും മൈക്രോ മോളിക്യൂൾ താഴെ വരും, മാക്രോ മോളിക്യൂൾ എന്ത് ചെയ്യും? മുകളിൽ വരും. ശരിയാണല്ലോ? സോ മൈക്രോ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസുള്ള മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ അമൈനോ ആസിഡ്, ദെൻ ന്യൂക്ലിയോടൈഡ്, ഇതൊക്കെ ചെറിയ മോളിക്യൂളാ, മൈക്രോ മോളിക്യൂളാ. അവരുടെ സൈസ് കുറവാ. എന്നാൽ അമൈനോ ആസിഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോളിക്യൂളാ. പ്രോട്ടീൻ മുകളിലായിരിക്കും. കാരണം എന്താണ്? മോളിക്കുലർ വെയിറ്റ് കൂടുതലാ. അവർക്ക് ഇതിലൂടെ നൂഴ്ന്നിറങ്ങാൻ കഴിയൂല. അതുപോലെ DNA, അതുപോലെ ന്യൂക്ലിക് ആസിഡ്സ് ആയിട്ടുള്ള DNA, RNA, അതൊക്കെ മുകളിൽ കാണുക. പക്ഷേ അതിന്റെ ചെറിയ കമ്പോണൻസ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ഒക്കെ എന്ത് ചെയ്യും? താഴെ കാണും. ഓക്കെ, അപ്പൊ നോർമലി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വലിയ സൈസുള്ള മോളിക്യൂള് ഇവിടെ ആയിരിക്കും, ലോവർ സൈസുള്ള മോളിക്യൂള് താഴെ ആയിരിക്കും. ശരിയാണല്ലോ? പക്ഷേ നിങ്ങൾ ലിപ്പിഡ് എടുക്കും. ലിപ്പിഡിന്റെ വെയിറ്റ് എത്രയാ? 800 ഡാൾട്ടണേ ഉള്ളൂ. ആക്ച്വലി മോളിക്യൂളിന്റെ വെയിറ്റ് കുറവാണെങ്കിൽ താഴെ വരണ്ടേ? പക്ഷെ ലിപ്പിഡ് മുകളിലാണ് വരുന്നത്. ഈവൻ ദോ ലിപ്പിഡിന്റെ സൈസ് കുറവാണെങ്കിൽ പോലും ലിപ്പിഡ് എന്താണ്? മുകളിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾ അല്ല എന്ന് പറയുന്നത്. മുകളിലാണ് കാണുന്നത് എങ്കിൽ പോലും ഇതിന്റെ വെയിറ്റ് എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾ അല്ല. ഇത് മുകളിൽ വരാൻ കാരണം എന്താണ്? അവരൊരു ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള വെസിക്കിൾസ് ഫോം ചെയ്യും. ഓക്കെ ആണോ? സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ എക്സ്പെരിമെന്റിൽ നമ്മളൊരു സംഭവം ഉപയോഗിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്ലോറോ എസെറ്റിക് ആസിഡ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ട്രൈക്ലോറോ എസെറ്റിക് ആസിഡ്. ഇത് ക്ലിയർ ആണോ? വെരി ഗുഡ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലിപ്പിഡ് കഴിഞ്ഞ് നമ്മൾ അടുത്തിലോട്ട് കയറുകയാണ്. 13th ക്വസ്റ്റ്യൻ. നമ്മൾ ഇനി കയറുന്നത് ന്യൂക്ലിക് ആസിഡിലോട്ടാണ്. ഓക്കെ, 13. ഇത് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ? ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യും നിങ്ങൾ. 30 seconds. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ബയോമോളിക്യൂൾസ് ഇൻ വിച്ച് ഫോസ്ഫേറ്റ് ഈസ് എസ്റ്ററിഫൈഡ് വിത്ത് ഷുഗർ ഓഫ് ന്യൂക്ലിയോസൈഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൻഡോ ഷുഗർ ഉണ്ടാവും. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ്.
ഷുഗർ പ്ലസ് ഇതാണ് പെൻഡോ ഷുഗർ, 5 കാർബൺ ഉള്ള ഷുഗർ. ഇത് നൈട്രജൻ ബേസ്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോ സൈഡ്. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇനി സേ ഇതാണ് 5th കാർബൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. ഇനി നടക്കുന്നതെന്ന് വെച്ചാൽ ഈ 5th കാർബണിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ ബോണ്ട്. എന്താ വിളിക്കുക? എസ്റ്റർ ബോണ്ട്. ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, പെൻഡോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഈ 3 പേരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. അപ്പോ ഏതാണ് വലുത്? ന്യൂക്ലിയോടൈഡ് ആണോ ന്യൂക്ലിയോസൈഡ് ആണോ? ന്യൂക്ലിയോടൈഡ് ആണ് വലുത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ദ ബയോമോളിക്യൂൾ ഇൻ വിച്ച് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ഫൗണ്ട് ടു എസ്റ്ററിഫൈഡ് വിത്ത് ഷുഗർ ഓഫ് ന്യൂക്ലിയോസൈഡ് ആർ കോൾഡ്. എന്താണ്? ന്യൂക്ലിയോടൈഡ് തന്നെയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു ന്യൂക്ലിയോസൈഡുമായി അറ്റാച്ച് ചെയ്തു, ഇതിനെ വിളിക്കുന്ന പേരാണത് ന്യൂക്ലിയോടൈഡ്സ്. അഡിനോസിൻ എന്താണ്? അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോസൈഡ് ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സപ്പോസ് ഇവിടെയുള്ള നൈട്രജൻ ബേസ് അഡിനിൻ ആണെന്ന് വിചാരിച്ചോളൂ. അഡിനിൻ, പെൻഡോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡിനെ എന്താ നമ്മൾ വിളിക്കുക? ഇത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോടൈഡിന്റെ പേര് ചോദിക്കാറുണ്ട് അവർ നീറ്റില്. ഇതിനെന്ത് വിളിക്കും? അഡിനിൻ, പെൻഡോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡിന്റെ പേരെന്താണ്? പെട്ടെന്ന് മെസ്സേജ് ചെയ്യും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അബി ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആദില, വെരി ഗുഡ്. എനിവൺ എൽസ്? അതായത് ശരിയാണ്. അതായത് ന്യൂക്ലിയോടൈഡ്സിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇവിടെ അഡിനിൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അഡിനിലിക് ആസിഡ് എന്ന് വിളിക്കും. അഡിനിലിക് ആസിഡ്. ഗ്വാനിലിൻ ആണെങ്കിലോ? ഗ്വാനിലിക് ആസിഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നീറ്റിന് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഗ്വാനിലിക് ആസിഡ്. ഇനി സൈറ്റോസിൻ ആണെങ്കിൽ എന്ത് വിളിക്കും? സൈറ്റിഡിലിക് ആസിഡ്. സൈറ്റിഡിലിക് ആസിഡ്. ഇനിയിപ്പോ അഡിനോസിൻ, ഗ്വാനിൻ. ഇനി തൈമിൻ ആണെങ്കിലോ? തൈമിഡിലിക് acid. Thymidilic acid. Then one more is there, that is guanilic acid. അങ്ങനെയാണെങ്കിൽ അഡിനിൻ ഉൾപ്പെടുന്ന ന്യൂക്ലിയോസൈഡിന് എന്താ വിളിക്കുക? അതെന്താണ്? അഡിനോസിൻ ആണ്. ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനോസിൻ, സൈറ്റോസിൻ ആണെങ്കിൽ അതിനെ സൈറ്റിഡിൻ എന്ന് വിളിക്കും. ദെൻ തൈമിഡിൻ, യുറിഡിൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. NCERT ഒന്ന് റെഫർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് വിൽ ബി യുവർ ആൻസർ? ക്ലിയർ ക്ലിയർ അല്ലേ? മാക്സിമം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29. Adenine and guanine of one strand of DNA compulsorily pairs respectively with a dash of other strand. നിങ്ങൾക്കറിയാം അഡിനിൻ എന്തുമായിട്ട് കണക്ട് ചെയ്യും? തൈമിനുമായിട്ട് കണക്ട് ചെയ്യും. ഗ്വാനിൻ എന്തുമായിട്ട് കണക്ട് ചെയ്യും? സൈറ്റോസിനുമായിട്ട് കണക്ട് ചെയ്യും. സോ ആൻസർ എന്തായിരിക്കും? തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഇവിടെ നിങ്ങൾ മോളിക്കുലാർ ബേസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ. ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്. ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, വിച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ യുവർ മോളിക്കുലാർ ബേസിസ് ചാപ്റ്റർ. വെരി ഗുഡ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 21 നിങ്ങൾ ആൻസർ ചെയ്യും. Yes. Which one of the following is acting as genetic material? That is what?
polynucleotide. For example, DNA, RNA, etc. Very good. സോ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. പ്രോട്ടീൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻസർ അറിയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ question number 3. Positional information of amino acid in a protein molecule is best represented by its primary structure ആണ് ആൻസർ. അതായത് സപ്പോസ് ഒരു അമൈനോ ആസിഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ അമൈനോ ആസിഡ് 1 എന്ന് വിളിക്കാം. നിങ്ങൾക്കറിയാം ഇപ്പൊ അമൈനോ ആസിഡ് സ്ട്രക്ചർ നിങ്ങൾ മുമ്പത്തെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു. സപ്പോസ് ഇത് ഫസ്റ്റ് അമൈനോ ആസിഡ്, സെക്കൻഡ് അമൈനോ ആസിഡ്, തേർഡ് അമൈനോ ആസിഡ്, ഇങ്ങനെ ഇതിനൊരു ചെയിന് പോലെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? സോ അപ്പൊ ഇതിനെ നോക്കിയിട്ട് നമുക്ക് പറയാലോ, ഇവിടെ ഫസ്റ്റ് അമൈനോ ആസിഡ് പ്രസന്റ് ചെയ്ത്, ഇവിടെ ഫസ്റ്റ് അമൈനോ ആസിഡ് ഉണ്ട്, ഇവിടെ സെക്കൻഡ് അമൈനോ ആസിഡ് ഉണ്ട്, ഇവിടെ തേർഡ് അമൈനോ ആസിഡ് ഉണ്ട്. അതായത് പ്രൈമറി സ്ട്രക്ചർ അമൈനോ ആസിഡിന്റെ പൊസിഷണൽ ഇൻഫർമേഷനെ കുറിച്ച് ഐഡിയ തരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് പൊസിഷണൽ ഇൻഫർമേഷനെ കുറിച്ച് ഐഡിയ തരുന്ന അമൈനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചർ ആണ്. എന്നാൽ പ്രൈമറി സ്ട്രക്ചറിനെ കൂടാതെ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്. സെക്കൻഡറി സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഹെലിക്കൽ ആയിട്ടാണ്, ലൈക്ക് ഇങ്ങനെയാണ്. റൈറ്റ് ഹെലിക്സ് ആണ്. ഇങ്ങനെയാണ് ഹെലിക്കൽ സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3D സ്ട്രക്ചറാണ്. ഈ എൻസൈംസ് ഒക്കെ കാണുന്നത് 3D സ്ട്രക്ചറിലാണ്. കൂടുതലും ബയോളജിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ് ഒക്കെ 3D ആയിരിക്കും, ലൈക്ക് എൻസൈം. ദെൻ ക്വാട്ടർണറി സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ആൽഫ ചെയിൻ ആൻഡ് 2 ബീറ്റ ചെയിൻ. ഇത് ക്വാട്ടർണറി സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എ റെപ്രസെന്റഡ് ബൈ ബി ഈസ് റെപ്രസെന്റഡ് ബൈ. ഇത് വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, ഒരു അമൈനോ ആസിഡ് സ്ട്രക്ചർ. ഒരു അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാർബണ്, ഒരു അമൈനോ ഗ്രൂപ്പ്, ഒരു ആസിഡ് ഗ്രൂപ്പ്, ദെൻ ഒരു എച്ച്, ഒരു ആറ്. സപ്പോസ് ഞാൻ ഇതിനെ R1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു അമൈനോ ആസിഡ് എടുക്കുകയാണ്. സിമ്പിൾ ആണ്, വെരി ഈസി മെത്തേഡ്. ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. ഞാൻ ഇവരൊന്ന് ഇറേസ് ചെയ്യട്ടെ. ഇനി സപ്പോസ് ഞാൻ മറ്റൊരു അമൈനോ ആസിഡ് എടുക്കാന്ന് വിചാരിച്ചു. സേ ഞാൻ അവിടെ ഒരു കാർബൺ എടുത്തു, NH2 എടുത്തു, ഇവിടെ COOH. ഞാൻ ഈ COOH ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? നമുക്ക് പ്രശ്നമില്ലല്ലോ. അതുപോലെ NH2 ഞാൻ NH എന്ന് എഴുതാണ്. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി എന്തുണ്ടാവും? ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? R2 ഉണ്ടാവും, സെക്കൻഡ് ഗ്രൂപ്പ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, OH നിന്ന്, ആസിഡിൽ നിന്നുള്ള OH-ഉം അമിനോ ഗ്രൂപ്പിൽ നിന്നുള്ള ഹൈഡ്രജനും വാട്ടർ ആയിട്ട് റിലീസ് ചെയ്തു. ഇതിനെ വിളിക്കുക ഡീഹൈഡ്രേഷൻ എന്നാണ്. ഡീഹൈഡ്രേഷൻ സിന്തസിസ്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ആസിഡ് ഗ്രൂപ്പ് വരും, ദെൻ കാർബൺ, ഹൈഡ്രജൻ, R1, പിന്നെ വരുന്ന എന്താണ്? CONH. ഞാൻ അപ്പൊ അതിനെ CONH എന്ന് എഴുതുകയാണ്. CONH. അതിനുശേഷം എന്ത് വരും? എഗെയിൻ കാർബൺ, ഹൈഡ്രജൻ, R2, NH2. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ രണ്ട് അമൈനോ ആസിഡ് ഇപ്പൊ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. എന്താ വിളിക്കുക? പെപ്റ്റൈഡ് ബോണ്ട്. സോ പ്രോട്ടീൻസ് നിർമ്മിച്ചിരിക്കുന്നത് അമൈനോ ആസിഡ്സ് കൊണ്ടാണ്. ഈ അമൈനോ ആസിഡ്സിനെ കണക്ട് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. എങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് നിർമ്മിച്ചിട്ടുള്ളത്?
ബൈ ഡീഹൈഡ്രേഷൻ. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അപ്പോ ബോണ്ട് ഫോം ചെയ്യാൻ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് വാട്ടർ പുറത്തോട്ട് പോയി, എലിമിനേറ്റഡ് ആയി. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് അറിയോ? ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്താൽ മതി. വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ആ എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോലൈസിസ്. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ പഠിക്കും. ഈ ഹൈഡ്രോലൈസിസ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് അമൈനോ ആസിഡ്, ലാസ്റ്റ് അമൈനോ ആസിഡ്. നിങ്ങൾ നോക്കൂ, ഈ ലെഫ്റ്റ് എൻഡ് എടുത്താല് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഏത് അമൈനോ ആസിഡ് എടുത്തോ ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ നമുക്ക് ആസിഡ് ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ഏറ്റവും റൈറ്റ് എൻഡിൽ നമുക്ക് എന്ത് പറ്റും? അമൈനോ ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ആസിഡ് ഗ്രൂപ്പിൽ സി ഉണ്ടല്ലോ, സോ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? സി ടെർമിനൽ എന്ന് വിളിക്കും. NH2 N ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിനെ N ടെർമിനൽ എന്ന് വിളിക്കും. നിങ്ങൾ ഏത് അമൈനോ ആസിഡ് എടുത്തോ ലെഫ്റ്റ് എൻഡിൽ ആസിഡ് ആയിരിക്കും, റൈറ്റ് എൻഡിൽ അമിനോ ഗ്രൂപ്പ് ആയിരിക്കും. സോ ഓർത്തിരിക്കുക, ലെഫ്റ്റ് എൻഡിൽ സി ടെർമിനൽ, ബിക്കോസ് COOH. N ടെർമിനൽ, റൈറ്റ് എൻഡ് N ടെർമിനൽ, N ഫോർ NH2. ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാം. വാട്ട് വിൽ ബി ദ ആൻസർ? ക്ലിയർ ആണോ എന്ന് പറയണം, ഒപ്പം എനിക്കൊന്ന് ആൻസറും തരണം. എടുത്ത് മാറിപ്പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 4th ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഞാൻ എടുത്തത് മാറിപ്പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ എടുക്കേണ്ടത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. 4-2. ഓക്കെ, അത് ഞാൻ എടുത്ത് ജസ്റ്റ് ആസിഡും ഇതും മാറിപ്പോയിട്ടുണ്ട്. വെരി ഗുഡ്. അതായത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി. ലൈക്ക് ഈ ആസിഡിന്റെ സ്ഥലത്ത് എന്ത് വരും? ലൈക്ക് ആസിഡിന്റെ സ്ഥലത്ത് NH2 ഗ്രൂപ്പ് വരും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ എന്ത് വരും? NH2 ഗ്രൂപ്പ് വരും. അതുപോലെ ഇവിടെ NH2വിന്റെ അവിടെ എന്ത് വരും? ആസിഡ് ഗ്രൂപ്പ് വരും. ഏത് വരും? ആസിഡ് ഗ്രൂപ്പ് വരും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ വരുന്നത് NH2 ആയിരിക്കും. ഇവിടെ എന്ത് വരും? COOH ആയിരിക്കും. ദെൻ സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ വേണമെങ്കിൽ ബോണ്ട് ഫോർമേഷൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ലെഫ്റ്റ് എൻഡ് എടുത്താൽ ഇവിടെ എന്താണ്? NH2. റൈറ്റ് മോസ്റ്റ് എൻഡ് എടുത്താൽ ആസിഡ്. സോ നിങ്ങൾ ഏത് അമൈനോ ആസിഡ് എടുത്തോ ലെഫ്റ്റ് സൈഡിൽ അമൈനോ ഗ്രൂപ്പ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ ആസിഡ് ഗ്രൂപ്പ് ആയിരിക്കും. സോ ഇതെന്താണ്? N ടെർമിനൽ, N ഫോർ NH2. ദെൻ റൈറ്റ് എന്താണ്? C ടെർമിനൽ, C ഫോർ ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ ആണോ? സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. ലെഫ്റ്റ് എൻഡ് എന്താണ്? N ടെർമിനൽ. ഓക്കെ, റൈറ്റ് എന്താണ്? റൈറ്റ് ടെർമിനൽ. സോ ഈ ഫസ്റ്റ് അമൈനോ ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്കെ, സോ ലെഫ്റ്റ് എൻഡ് N ടെർമിനൽ, റൈറ്റ് എൻഡ് എന്താണ്? C ടെർമിനൽ. ഇനി വേണമെങ്കിൽ ഞാൻ ബോണ്ട് ഫോർമേഷൻ ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ സപ്പോസ് ഓക്കെ, ഞാൻ മറ്റൊരു പേജ് എടുക്കാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് സപ്പോസ് ഒരു അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഗ്രൂപ്പ്, ദെൻ അമൈനോ ഗ്രൂപ്പ്, ദെൻ ഹൈഡ്രജൻ, ദെൻ സേ R1. ഞാൻ മറ്റൊരു അമൈനോ ആസിഡ് എടുക്കാം, സേ C. ഇവിടെ വരുന്നത് ആസിഡ് ഗ്രൂപ്പ്, ഇവിടെ വരുന്നത് എന്താണ്? NH2. NH2നെ ഞാൻ ഇങ്ങനെ എഴുതി, ദെൻ ഹൈഡ്രജൻ, ദെൻ R2. ഓക്കെ ആണോ? ഇനി നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഡീഹൈഡ്രേഷൻ നടക്കും. അതായത് ആസിഡിൽ നിന്ന് OH, NH2വിൽ നിന്ന് ഹൈഡ്രജൻ എന്തായിട്ട് റിമൂവ് ചെയ്തു?
വാട്ടർ ആയിട്ട് റിമൂവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാവും? കാർബൺ H. ഓക്കെ ആണോ? സോ ഈ ബോണ്ടിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് മെസ്സേജ് ചെയ്യും. സോ ഇവിടെ നോക്കൂ, ഇത് N ടെർമിനൽ ആയിരിക്കും, ഇതെന്തായിരിക്കും? C ടെർമിനൽ ആയിരിക്കും. ക്ലിയർ ആണോ? മെസ്സേജ് ചെയ്യും. യെസ് യെസ്, ലെഫ്റ്റ് N ടെർമിനൽ ആൻഡ് റൈറ്റ് C ടെർമിനൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫോർത്ത് ക്വസ്റ്റ്യൻ. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിഫ്ത്ത് എടുത്തോളൂ. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വെരി ഗുഡ്. ഹീമോഗ്ലോബിൻ എന്താണ്? 2 ആൽഫ 2 ബീറ്റ, റൈറ്റ്? സോ ആൻസർ is 4. Then take a sixth question. What will be the answer? Sixth question. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അവര് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി 4 സ്ട്രക്ചർ ആണുള്ളത്. ഫസ്റ്റ് അവര് റിജിഡ് ആയിട്ടാണ് എക്സ്റ്റെൻഡ്, അത് കറക്റ്റ് അല്ല, ഇത് തെറ്റാണ്. ദെൻ ദേ ആർ ഇൻ ദ റിസോൾവിംഗ് ഹിയർകി, ഇത് ശരിയാണ്, ലൈൻ ഓഫ് NCERT ആണ്. ടെർഷറി സ്ട്രക്ചർ ഗീവ്സ് 3 ഡയമെൻഷൻസ്, ശരിയാണ്. ടെർഷറി എന്ന് പറഞ്ഞാൽ 3D ആണ്. ബയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ത് കാരണമാണ്? ബിക്കോസ് ഓഫ് ടെർഷറി സ്ട്രക്ചർ ഓൺലി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഓപ്ഷൻ 1 വിൽ ബി ദ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 14th വൺ ആണ്. 14th വണ്ണിന്റെ ആൻസർ എന്തായിരിക്കും? പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ്. ഓക്കെ ഓക്കെ, സോ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. 14th വൺ. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യും ആൻസർ ചെയ്യുമ്പോൾ. പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ് ഓഫ് ഡാഷ് അമൈനോ ആസിഡ്. വെരി ഗുഡ്. ഇപ്പൊ നമ്മൾ പഠിച്ചേ ഉള്ളൂ, പല അമൈനോ ആസിഡ്സും പെപ്റ്റൈഡ് ബോണ്ടുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ ഫോം ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ടത് ടോട്ടൽ 20 അമൈനോ ആസിഡ് ഉണ്ട്. ഈ 20 അമൈനോ ആസിഡ്സ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏത് പ്രോട്ടീൻ എടുത്തോ, ഓരോ പ്രോട്ടീനും ഡിഫറെന്റ് ആയിട്ടുള്ള അമൈനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് always protein will be heteropolymer. It can be never homopolymer because each proteins are made up of different types of amino acid. Okay, then 16th one. Secondary structures which are right-hander. Okay, then 17th one. ലൈസിൻ എന്താണ്? ലൈസിൻ എന്ന് പറയുന്നത് ബേസിക് അമൈനോ ആസിഡ് ആണ്. ബേസിക്കിൽ വരുന്ന മറ്റൊന്നാണ് അർജിനൈൻ. അർജിനൈൻ, ദെൻ ഹിസ്റ്റിഡിൻ, ഇവരൊക്കെ എന്താണ്? ബേസിക് അമൈനോ ആസിഡ് ആണ്. Arginine and histidine. All these are examples for basic amino acid. So answer will be option 4. Clear ആണെന്ന് വിചാരിക്കും. ആൻസർ ചെയ്യും. 19. Quaternary structure. Okay. D7. ആൽഫ ഹെലിക്സ് അതുപോലെ ബീറ്റ പ്ലീറ്റഡ്. ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണ്. 27 വിൽ ബി ഓപ്ഷൻ 1.
ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, നിങ്ങളുടെ എൻ സി ആർ ടിയിൽ ഒരു ടേബിൾസ് ഉണ്ട്. ഈ ചാപ്റ്ററിലെ ടേബിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? 28th ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തോളൂ. വെരി ഗുഡ്. ഇത് നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ, ഇത് PYQ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഗ്ലൂട്ട് ഫോർ ചോദിച്ചിട്ടുണ്ട് നീറ്റില്. ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കൊളാജൻ ഇന്റർസെല്ലുലർ, ഇത് നിങ്ങളുടെ പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണ്. ഗ്ലൂട്ട് ഫോർ എന്താണ് ഫംഗ്ഷൻ, എന്താണ്? ദേ വിൽ എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെൽ. അതിൽ എൻസൈമിന് എക്സാമ്പിൾ ഏതാണ്? ട്രിപ്സിൻ ആണ്. ഹോർമോണിന് എക്സാമ്പിൾ ഏതാണ്? ഇൻസുലിൻ ആണ്. ഫൈറ്റ്സ് ഇൻഫെക്ഷ്യസ് എൻജിൻ, ഇതിന് എക്സാമ്പിൾ എന്താണ്? ആന്റിബോഡിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ ആണ്. എന്താണ്? പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണിത്. ഈ പ്രോട്ടീൻസ് ഡിഫറെന്റ് ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാ? ഇതെടുക്കൂ. ഇനി നമുക്ക് പോളിസാക്കറൈഡിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ ചെയ്തോളൂ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ ആവശ്യം ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, യെസ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രക്ടോസ് ആണ്. ഇൻസുലിനേക്കാൾ ആക്ച്വലി നമ്മൾ പറഞ്ഞ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണ്, ശരിയാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, പ്രോട്ടീൻ പോളിസാക്കറൈഡ് ആ ഒരു ഹോർമോൺ ആണ്. നിങ്ങൾ ആസ് പെർ ബേസ്ഡ് ഓൺ NCERT നിങ്ങൾ കൂടുതലും ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റൈഡ് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ കൊണ്ടാണെന്ന് ഓർത്തിരിക്കണം. അതാണ് മോർ ഇമ്പോർട്ടന്റ്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ സംഭവമാണ് നിങ്ങളുടെ NCERT-യിൽ. അതായത് ഇനുലിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. നിങ്ങൾക്കറിയോ ഇനുലിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇൻസുലിൻ അല്ല, ഇനുലിൻ. ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. നോ നോ നോ, ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻസുലിൻ ആണ്. പക്ഷേ നിങ്ങളുടെ നീറ്റിന് മെയിൻ ഇമ്പോർട്ടന്റ് ഇനുലിൻ ആണ്. ഞാൻ അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടത്. ഞാൻ ഇനുലിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ആദില, വെരി ഗുഡ്. ഫ്രക്ടോസ് ആണ്. ഓക്കെ, നമ്മൾ പോളിസാക്കറൈഡ്സ് എടുക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ചിലത് ഹോമോ പോളിമറ, ചിലത് എന്താണ്? ഹെറ്ററോ പോളിമർ. ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സെല്ലുലോസ്, അതുപോലെ സ്റ്റാർച്ച്, അതുപോലെ ഗ്ലൈക്കോജൻ. ഇതൊക്കെ ഹോമോ പോളിമറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സോ ഈ മൂന്ന് പേരെടുത്താൽ ഈ മൂന്ന് പേരുടെയും മോണോമർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. പക്ഷെ ഇനുലിൻ എന്താണ്? ഫ്രക്ടോസ് ആണ്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ സ്റ്റാർച്ചില് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. സ്റ്റാർച്ചിൽ കാണുന്ന ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് അയോഡിനെ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ ഏത് കളറിൽ കാണുന്ന അറിയോ? ബ്ലൂ കളറിൽ കാണും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഒരു നീറ്റ് എക്സാം. സ്റ്റാർച്ചിൽ ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സോ അവർ അയഡിൻ ഹോൾഡ് ചെയ്യും, അതുകൊണ്ട് ബ്ലൂ കളറിൽ കാണും. ക്ലിയർ ആണോ? യെസ്, ഇനുലിൻ ഈസ് ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ് ഓൺലി. ഹെട്രോപോളിമർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹെമി സെല്ലുലോസ്. ഹെമി സെല്ലുലോസ് എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോപോളിമർ. യെസ്, വെരി ഗുഡ്. So if that is the case, we will go to the next question. That is question number 30. 30ക്ക് മുമ്പായിട്ട് ഓക്കെ, 30 എടുക്കൂ ആൻസർ. ഇത് നിങ്ങൾ ആൻസർ ചെയ്യണം.
Yes, very good. This is true. Peptide bond formed by dehydration, അതായത് ബൈ റിമൂവൽ ഓഫ് വാട്ടർ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡി എൻ എക്ക് ഡബിൾ ഹെലിക്സ് ഉണ്ട്, പക്ഷെ പ്രോട്ടീനിൽ റൈറ്റ് ഹാൻഡഡ് ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സസ് ആർ പ്രസന്റ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. വെരി ഗുഡ്. സോ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള എൻസൈം പാർട്ടിലോട്ടാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഞാനത് പുതിയൊരു ഫയൽ എടുക്കാം. സോ ഇത് വിസിബിൾ ആണോ നിങ്ങൾക്ക് സ്ക്രീനിൽ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വിസിബിൾ ആണോ? ഓക്കെ, വെരി ഗുഡ്. സേതു ലക്ഷ്മി. ഓക്കെ, ഇനി നമ്മൾ എൻസൈം പാർട്ടിലോട്ട് കടക്കുക. ലാസ്റ്റ് പാർട്ട്. ഇത് ആർക്കെങ്കിലും അറിയുന്നവരൊന്ന് ചെയ്യും. ഇവിടെ അവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഓക്കെ, ഇത് അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ പല എൻസൈം ലൈഗേസസ് ലിങ്കിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൂ ആണ്. ലയേസസ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ അല്ല. ലൈസ് എന്ന് പറഞ്ഞാൽ കട്ടിങ് ആണ്, വാട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഹൈഡ്രലൈസ് എന്ന് പറഞ്ഞാല് എന്താണ്, വാട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യലാണ്. ഇവിടെ ഡബിൾ ബോണ്ട് വരില്ല. ഡബിൾ ബോണ്ട് വരുന്നത് ലയേസസ് ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, രണ്ടും കട്ടിങ് ആണ്. ഹൈഡ്രലൈസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ലയേസസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിക്കാതെ കട്ട് ചെയ്യുക. വാട്ടർ ഉപയോഗിക്കാതെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്സിഡേഷൻ റിഡക്ഷൻ വരുന്നത് ഓക്സിഡോ റിഡക്റ്റേസ് വഴിയാണ്. അത് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് എൻസൈം. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻസൈംസിന്റെ ഓർഡർ ഓർത്തിരിക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ഓക്സ്
ഈ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ചിലപ്പോൾ ഇത് ഒരുപാട് ഓരോ ക്ലാസ്സുകളാണ്. ഇവർ ചിലപ്പോൾ ചോദിക്കും ഫിഫ്ത്ത് ക്ലാസ് ഏതാണെന്ന് ചോദിക്കും. ഫിഫ്ത്ത് ക്ലാസ് ഏതാണ് ഇതില്? ഐസോമറേസ്. സോ നിങ്ങൾ ഓർഡർ ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ഓക്സിഡോ റിഡക്ടേസ്, ദെൻ ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ. ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യുക. ഹൈഡ്രോലൈസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കി. പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഡീഹൈഡ്രേഷൻ വഴിയാണ്. വാട്ടർ റിമൂവ് ചെയ്തിട്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കിയത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു പെപ്റ്റൈഡ് ബോണ്ടിനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വാട്ടർ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ പെപ്റ്റൈഡ് ബോണ്ടിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സുവോളജിയിൽ. അതിന്റെ പേരെന്തായിരുന്നു? ഫോർ എക്സാമ്പിൾ പെപ്സിനോജൻ. പെപ്സിനോജന്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീനെ കട്ട് ചെയ്യും. എങ്ങനെ പ്രോട്ടീനെ കട്ട് ചെയ്യും? വാട്ടർ ആഡ് ചെയ്ത് കട്ട് ചെയ്യും. സോ പെപ്സിനോജൻ എന്ന് പറയുന്ന ഹൈഡ്രോലൈസിന് എക്സാമ്പിൾ ആണ്. അതായത് ഹൈഡ്രോലൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന, ക്ലാസ്സിൽ വരുന്ന ഒരു എൻസൈം ആണ് ഇത്, പെപ്സിനോജൻ. ഓക്കെ ആണോ? ദെൻ ലയേസസ്, വാട്ടർ ആഡ് ചെയ്യാതെ കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഐസോമറേസ്, ഐസോമറൈസേഷൻ. ലൈഗേസ് എന്താണ്? ജോയിനിങ്. ഈ സെയിം സംഭവമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ബയോടെക്നോളജിയിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പാർട്ടും കംപ്ലീറ്റഡ് ആയി. ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങളുടെ എൻ സി ആർ ടിയിൽ കൊടുത്താണ് പി എച്ചുമായി ബന്ധപ്പെട്ട ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓപ്ഷൻ ആണ് എന്നോട് പറയേണ്ടത്. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഇവിടെ നോക്കൂ. ഇവിടെ എക്സ് ആക്സിൽ എന്ത് കൊടുക്കുന്നു, വൈ ആക്സിൽ എന്ത് കൊടുക്കുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നിങ്ങൾ പി എച്ച് ഒരു ക്രൈറ്റീരിയ ആണ്, പി എച്ച് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ കഴിയും. ഓക്കെ, ഈവൻ ടെമ്പറേച്ചറിന്റെയും സെയിം ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 10 കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു സംഭവമാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവിടെ കുറച്ച് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് നോട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ എൻ സി ആർ ടിയിൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോകാൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അവിടെ കൊടുത്ത എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ 2 എന്ന് എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ മെൻഷൻ ചെയ്യണേ ആൻസർ ചെയ്യുമ്പോൾ. നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അസീസ് വെരി ഗുഡ്, ഫത്തിമ വെരി ഗുഡ്, അബി വെരി ഗുഡ്, ആദില, അശ്വതി ഗുഡ് ഗുഡ്. ഓക്കെ, സേതുലക്ഷ്മിക്ക് എവിടെയാ? ഇതിൽ അവർ ചോദിക്കുന്ന എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. എ പ്രോട്ടീൻ ചെയിൻ ഇസ് ഫോൾഡഡ് അപ്പോൺ ഇറ്റ്സ് ലൈക്ക് ഹോളോ വോളം ബോൾ ഫോമിംഗ് സെക്കൻഡറി സ്ട്രക്ചർ. അത് തെറ്റാണല്ലോ. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല.
choose the correct answer അല്ലേ? Okay. Primary structure necessary for the primary biological activity ഏതാണ്? Tertiary ആണ്. അതായത് 3D ആണ്. ഇതല്ല. Primary അല്ല. Quaternary structure has 4 subunits in hemoglobin. That is true. First amino acid is N-terminal. Correct. Tertiary gives 3D. So answer will be option 1. Very good. നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? Very good. ഇത് നിങ്ങൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 14. Okay, very good. Coenzyme, the direct line of NCERT ആണ്. Coenzyme will be containing NAD and NADP. I mean, this coenzyme NAD and NADP will be containing vitamin E acid. That is true. Low temperature denatures enzyme. That is not false. High temperature will be denaturing enzyme. കാരണം എന്താ? എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ വലിയ ടെമ്പറേച്ചറിൽ ഡീനാച്ചർ ആവും. സോ ആൻസർ വിൽ ബി ദിസ് വൺ. ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോവാം. നിങ്ങളുടെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് പറയും. നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ വരുന്നതാണ്. ലാസ്റ്റ് പാർട്ടിന് മുമ്പ് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തരികയാണ് നിങ്ങൾക്ക്. 26. What will be the answer? ഒരു ക്ലൂ വരാം. ഇതൊരു ന്യൂക്ലിയോസൈഡ് ആണ്. കിട്ടുമോ? ഈ പിക്ചർ നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഐ മീൻ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ഇത് ന്യൂക്ലിയോസൈഡ് അല്ല, സോറി, ന്യൂക്ലിയോസൈഡ് അല്ല. ഇത് നൈട്രോജൻ ബേസാ, ന്യൂക്ലിയോസൈഡ് അല്ല. മാറിപ്പോയതാ. ന്യൂക്ലിയോസൈഡ് അല്ല, ഇത് നൈട്രോജൻ ബേസ് ആണ്. നിങ്ങളുടെ NCERT കൊടുത്ത പിക്ചർ ആണ്. അതില് പറഞ്ഞല്ലോ, ഇതിന്റെ സ്ട്രക്ചറിന്റെ പേര് അതില് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണ് ആൻസർ കിട്ടേണ്ടതാണ്. അതിലെ സ്ട്രക്ചറിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇനി പ്രെഡിക്റ്റ് ചെയ്യാലോ. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തോ. അപ്പൊ അങ്ങനെയാണ് ആൻസർ എന്തായാലും. അഡിനിൻ എവിടെ കാണുക? മോളിക്കുലർ ബേസിസ്. ആൻസർ ചെയ്തു നിങ്ങള്? അത്രയേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അഡീനിൻ ആണ്. അഡീനിൻ. ഈ അഡിനിൻ എവിടെ കാണാൻ പറ്റും നമുക്ക്? അഡിനിൻ എടുത്താൽ നമുക്ക് DNA കാണാം, RNA കാണാം. ഇറ്റ് ഈസ് എ കമ്പണന്റ് ഓഫ് ബോത്ത് DNA ആൻഡ് RNA. സിമിലർലി ഗ്വാനൈൻ ആൻഡ് സൈറ്റോസിനും നിങ്ങൾക്ക് രണ്ടിലും കാണാം. എന്നാൽ തൈമിന് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? DNA. യുറാസിൽ എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? RNA. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2.
ഓക്കെ, വെരി ഗുഡ്. അതിൽ നന്നായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തു. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ദെൻ 31, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില എൻസൈംസ്, നമ്മൾ എൻസൈം എടുക്കുകയാണെങ്കിൽ ചിലത് ഫുള്ളി എൻസൈമാണ്, ചില എൻസൈം എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് എൻസൈമാണ്, ചില എൻസൈം ഫുള്ളി പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ചില എൻസൈം ഫുള്ളി പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഫുള്ളി പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ചില എൻസൈം എടുക്കുകയാണെങ്കിൽ അവരെ വിളിക്കുക കോൺജുഗേറ്റഡ് എൻസൈം എന്നാണ്. അതായത് അവർക്കൊരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, ഒപ്പം ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. ഈ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. എന്താ വിളിക്കുക? അപ്പോ എൻസൈം. നോൺ പ്രോട്ടീന്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. ഈ അപ്പോ എൻസൈമും കോഫാക്ടറും കമ്പൈൻ ചെയ്താൽ എന്ത് ഫോം ചെയ്യുന്നറിയോ? ഹോളോ എൻസൈം ഫോം ചെയ്യും. ഈ ഹോളോ എൻസൈം ആണ് ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം. അപ്പോ അപ്പോ എൻസൈം മാത്രം ആയ എൻസൈം ഫങ്ഷണൽ അല്ല, അതുപോലെ കോഫാക്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഫങ്ഷണൽ അല്ല. എപ്പോഴാണോ അപ്പോ എൻസൈം കോഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്, ആ എൻസൈമിനെ വിളിക്കുന്ന പേരാണ്, ആ ഹോൾ എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം. ഈ എൻസൈം എന്തായിരിക്കും? ആക്റ്റീവ് എൻസൈം ആയിരിക്കും. ഓക്കെ, ഇനി കോഫാക്ടർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കോഫാക്ടർ ഉണ്ട്. ഒന്നാണ് ഓക്കെ, ഈ കോഫാക്ടർ എന്ന് പറയുമ്പോൾ മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കോ എൻസൈം ആണ്. കോ എൻസൈം കോഫാക്ടേഴ്സ് ആണ്. അതുപോലെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എന്തായിട്ട് ആക്ട് ചെയ്യാം? കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മെറ്റൽ അയോൺസ് ആണ്. മെറ്റൽ അയോൺസിന് എന്തായിട്ട് ആക്ട് ചെയ്യാം? കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, NAD, അതുപോലെ NADP, ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കോഎൻസൈമിന് എക്സാമ്പിൾ ആണ്. ഇനി ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കോ എൻസൈം അപ്പോ എൻസൈമായിട്ട്, ഈ കോ എൻസൈം അപ്പോ എൻസൈമായിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. എന്നാൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് അപ്പോ എൻസൈമായിട്ട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഇത് PYQ ആണ്. വാട്ട് വിൽ ബി ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? തട്ടി 31. അബി, ഫത്തിമ, ആദില, ബാക്കിയുള്ളവരെവിടെയാ? അഭിനയ, ജസ്ല, വിഷ്ണുപ്രിയ, ആർദ്ര, അശ്വതി, അജിത്, ജസ്ല, വെരി ഗുഡ്.
ഇത് PYQ ആണ്. ഓക്കെ. സോ ഇവിടെ എന്താ ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ആണ്. കോ എൻസൈം എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ആണല്ലോ. സോ ഇത് കറക്റ്റ് ആയിരിക്കും. ഇതെന്തല്ല, കറക്റ്റ് അല്ല. ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഇത്രയേ ഉള്ളൂ. സോ ദ ചാപ്റ്റർ ഈസ് ഓവർ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയി. ക്ലിയർ. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇനി ഇതാണ് ഇപ്പൊ നമ്മൾ എല്ലാം ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അശ്വതി ഓക്കെ. ഓക്കെ, താങ്ക് യു, വെൽക്കം വെൽക്കം. ഇനി നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ആ ടേബിൾസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യണം, അതൊന്ന് പഠിക്കണം കേട്ടോ. ടേബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ ജസ്ല, ഓക്കെ ഫൈൻ.